സുഹൃത്തുക്കളെ, ഞാൻ ഈ പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഈ സംസാരിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ നോട്ടോ അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തിനാവശ്യമായ മെറ്റീരിയലോ കൊണ്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ച് നിർത്താം. ഇവിടെ നടന്ന പ്രഭാഷണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് രണ്ട് അക്കാഡമിക്കായിട്ടുള്ള പ്രഭാഷണങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഒന്ന് ഭരണഘടനയുടെ നൈതികതയെ സംബന്ധിച്ച്, അത് വളരെ അക്കാഡമിക്കായിട്ടൊരു പ്രഭാഷണമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ ആ രീതിയിൽ സമീപിക്കേണ്ടതായിട്ടുമുണ്ട്. രണ്ടാമത്തെ പ്രഭാഷണവും ഹിന്ദുത്വ ഐഡിയോളജി എങ്ങനെയാണ് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടതെന്നും അതിൻ്റെ ചരിത്രവും വർത്തമാനവും ഒക്കെ അവതരിപ്പിക്കുന്നൊരു പ്രഭാഷണമായിരുന്നു. അതിനു മുമ്പ് തന്നെ ആമുഖമായി സുഹൃത്ത് സംസാരിക്കുകയും ചെയ്തു. ഇതിനെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്നാമതായി, ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, സമകാലികമായ ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അംബേദ്കറെക്കുറിച്ച് പറയുന്നത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന വലിയൊരു ചർച്ച, ഹോർത്തൂസ് എന്ന് പറയുന്ന മനോരമയുടെ പരിപാടിയിൽ അംബേദ്കറെ എങ്ങനെ വായിക്കണം എന്നുള്ളൊരു ഡിസ്കഷനിൽ തികച്ചും ഹിന്ദുത്വവാദത്തിൻ്റെ അജണ്ടകളെ മുൻനിർത്തിക്കൊണ്ട് ചാനലുകളിലുമൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ശ്രീജിത്ത് പണിക്കർ നടത്തിയ ചില നിരീക്ഷണങ്ങൾ ആണ് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അംബേദ്കറെ മുൻനിർത്തിക്കൊണ്ട് അടുത്ത ദിവസങ്ങളിലായി നടക്കുന്ന ചർച്ച. അതിൽ പാനലിസ്റ്റുകളായിട്ട് പങ്കെടുത്തവർ ഇദ്ദേഹത്തിന് മുന്നിൽ തോറ്റുപോയെന്നും ഇദ്ദേഹം വിജയിച്ചുവെന്നും എന്നാൽ കൃത്യമായ മറുപടി നൽകി എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള സംവാദമാണ് നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മല്ലയുദ്ധം നടന്ന പോലെയാണ്. മല്ലയുദ്ധത്തിൽ ഒരാളെ തോൽപ്പിച്ചു എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ചർച്ചകൾ നടക്കുന്നത്. സത്യത്തിൽ സംവാദങ്ങൾ ഇല്ലാതാകുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നാരായണ ഗുരു പറഞ്ഞ്, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് വന്നത്, അല്ലെങ്കിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് അദ്വൈതാശ്രമത്തിലെ മതസമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഞാൻ ആ അർത്ഥത്തിലാണ് ഈ സംവാദങ്ങളെ കാണുന്നത്. അവിടെ നടത്തിയ സംവാദത്തെയും ആ അർത്ഥത്തിലാണ് കാണുന്നത്. അപ്പോൾ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇവിടെ നമ്മൾ നടത്തുന്നതും അതുതന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാളുടെ ജയമോ തോൽവിയോ എന്നതിനപ്പുറത്ത് അംബേദ്കർ എന്ന് പറയുന്ന ചിന്തകനെ, അല്ല ഒരു ആക്ടിവിസ്റ്റിനെ, ഞാൻ രണ്ട് രീതിയിലാണ് അംബേദ്കറെ കാണുന്നത്. ഒന്ന്, അംബേദ്കർ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ, ലോകം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോകം അംഗീകരിക്കപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ ആയിരിക്കുമ്പോഴും അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റ് കൂടെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പോയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അംബേദ്കറുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം, ഇന്ത്യൻ സമകാലിക രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് ഒന്ന് രണ്ട് പോയിൻറ്റ്സ് കൂടെ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. 1925 ലോകത്ത് രണ്ട് പ്രത്യേകതകളുണ്ട്. നിരവധി പ്രത്യേകത ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മൾ അംബേദ്കറെ ചർച്ച ചെയ്യുമ്പോൾ രണ്ട് പ്രത്യേകതകൾ അതിനകത്ത് കാണാൻ സാധിക്കും. അതിലൊന്ന്, ഹിറ്റ്ലറെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷണങ്ങളുടെ ആവശ്യമില്ല. ഹിറ്റ്ലറുടെ മെയിൻ കാഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ, അത് പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ ബുക്കാണ്. ആത്മകഥ 1925 പബ്ലിഷ് ചെയ്യുന്നത്. അതിൻ്റെ ഒന്നാം വാല്യം 1925 അദ്ദേഹം ജയിലിൽ കിടന്നെറിയ പുസ്തകമാണ്. അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്, ആ 1925 തന്നെയാണ് ഇന്ത്യയുടെ രാഷ്ട്രനിർമ്മാണത്തിന് ഒരു ഫാസിസ്റ്റ് ഐഡിയയെ രൂപപ്പെടുത്തുന്ന ഒരു സംഘടനയുടെ രൂപീകരണവും നടന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യം. അതായത് RSSൻ്റെ. അപ്പം ഈ മെയിൻ കാഫിൻ്റെ രചനയും RSSൻ്റെ രൂപീകരണവും ഒരേ വർഷത്തിലാണ് സംഭവിക്കുന്നത്. ഒപ്പം ഈ പ്രത്യയശാസ്ത്രം, RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന രേഖയായിട്ടുള്ള വിചാരധാര എന്ന് പറഞ്ഞ ഗ്രന്ഥം എഴുതിയിട്ട് ഏതാണ്ട് 59 വർഷം പൂർത്തിയായി, 60-ാം വർഷത്തിലേക്ക് ഇങ്ങനെ കടക്കുകയാണ്. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, എന്തിനാണ് ഇതൊക്കെ തമ്മിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകാം.
പക്ഷേ ഇതൊക്കെ തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധം എന്ന് പറയുന്നത്, ഇപ്പോൾ മെയിൻ കാഫ് എന്ന് പറയുന്നൊരു പുസ്തകം ഹിറ്റ്ലറുടെ ഒരു രാഷ്ട്രസങ്കല്പത്തെ അല്ലെങ്കിൽ ഒരു ദേശീയതാ സങ്കല്പത്തെ മുന്നോട്ട് വെക്കുന്നൊരു വലിയ പുസ്തകമാണ്. ഇതേ ഇതേ ഐഡിയോളജിക്കൽ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യയിൽ RSS തങ്ങളുടെ രാഷ്ട്രസങ്കല്പവും ദേശീയതാ സങ്കല്പവും ഒക്കെ രൂപപ്പെടുത്തുന്നത്. ഹിറ്റ്ലറെ സംബന്ധിച്ച് ആര്യൻ ശുദ്ധി സങ്കല്പത്തെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചതെങ്കിൽ RSSൻ്റെയും അല്ലെങ്കിൽ വിചാരധാരയിലൂടെ രൂപീകരിക്കപ്പെട്ട പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് അതും ശുദ്ധിയാണ്. ആരുടെ ശുദ്ധി? ബ്രാഹ്മണിക്കൽ ശുദ്ധിവാദം. അപ്പം അവിടെയാണ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ശ്രേണീകൃതം, അംബേദ്കറൊക്കെ പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥ വെറുതെ നിലനിൽക്കുന്ന ഒന്നല്ല. ഈ ബ്രാഹ്മണിക്കലായിട്ടുള്ള ശുദ്ധിവാദത്തിൻ്റെ അല്ലെങ്കിൽ ബ്രാഹ്മണിക്കലായിട്ടുള്ള ഐഡിയോളജിക്കൽ ഫ്രെയിം വർക്കിൽ രൂപപ്പെട്ട ഒന്നാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു, ഹിന്ദുത്വത്തിലേക്ക് അത് വളരുന്നതിൻ്റെ ചരിത്രഘട്ടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ശ്രേണീകൃതമായി രൂപപ്പെട്ട ഈ ജാതി വ്യവസ്ഥ പക്ഷേ മെയിൻ ഗാഫിൽ പറയുന്ന അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിൽ, ഹിറ്റ്ലർ എഴുതിയ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ ഈ ഇന്ത്യൻ പശ്ചാത്തലമില്ല. പക്ഷേ അവിടെ ശുദ്ധിവാദമുണ്ട്. ആര്യൻ ശുദ്ധിവാദം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ഇവിടെയാണെങ്കിൽ ബ്രാഹ്മണിക്കൽ ശുദ്ധിവാദം മുന്നോട്ട് വെക്കുന്നു. ദേശീയതാ സങ്കല്പത്തിലും ഇത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതെന്നേ ഉള്ളൂ. ഇതാണ് ഈ 100 വർഷം തമ്മിലുള്ള അല്ലെങ്കിൽ ഈ പുസ്തകങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ് ഇന്ത്യൻ ജാതി വ്യവസ്ഥ എങ്ങനെയാണ് രൂപപ്പെട്ടത്, ഏത് ഐഡിയോളജിക്കൽ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ടാണ് രൂപപ്പെട്ടത് എന്നുള്ളത് കൃത്യമായി അംബേദ്കർ കണ്ടെത്തുന്നുണ്ട്. അതാണ് ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിനർത്ഥം ഇന്ത്യയിലെ ബ്രാഹ്മണിക്കൽ മേധാവിത്വത്തിൻ്റെ ഭരണകൂട അധികാര കേന്ദ്രമായി നിൽക്കുന്ന ഒരു പാർട്ടി BJPയും അതിൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറയായി നിൽക്കുന്ന RSS പോലുള്ള സംഘപരിവാറും ചേരുന്ന ഒരു രാഷ്ട്രസങ്കല്പത്തിലാണ് നമ്മളിന്ന് സമകാലികമായി അംബേദ്കറെ ചർച്ച ചെയ്തത്. ഇനി നാളെ BJP പോലുള്ളൊരു പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തു പോയാലും ഈ പറയുന്ന ബ്രാഹ്മണിക്കലായിട്ടുള്ള ഐഡിയോളജിക്ക് യാതൊരു കോട്ടവും സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം അത് നിലനിർത്തിയിരിക്കുന്നത് ഒരു സാംസ്കാരിക, അത് കൾച്ചറൽ ക്യാപിറ്റലിസത്തിൻ്റെ ഭാഗമായിട്ടാണ്. സാംസ്കാരിക മേൽക്കോയ്മയിലാണ് അതിൻ്റെ ഐഡിയോളജി അത് നിലനിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ BJP അധികാരത്തിൽ നിന്ന് പോയേക്കാം, പക്ഷേ സാംസ്കാരിക മേൽക്കോയ്മ നിലനിർത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ഐഡിയോളജി. ആ ഐഡിയോളജി പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന ജാതി മേൽക്കോയ്മ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഏറ്റവും മൂർത്തമായി അംബേദ്കർ നടത്തിയിട്ടുള്ള പല വിമർശനങ്ങളും ശരിയായിരിക്കെ തന്നെ, ഇപ്പോൾ മറ്റിതര മതങ്ങളെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ശരിയായിരിക്കെ തന്നെ ഇന്ത്യയുടെ സവിശേഷമായ സാഹചര്യത്തിൽ അംബേദ്കറെ ഇന്ന് നമ്മൾ വായിക്കേണ്ടത് കൃത്യമായും ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ബ്രാഹ്മണിക്കലായിട്ടുള്ള ഐഡിയോളജിക്കെതിരായി നടത്തിയിട്ടുള്ള രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ്. യാതൊരു സംശയ കാര്യത്തിലില്ല. മറ്റൊരു മേൽക്കോയ്മ ഇവിടെ നിലനിൽക്കുന്നില്ല. അങ്ങനെ നിലനിൽക്കുന്നൊരു സന്ദർഭത്തിൽ നമ്മൾ അതിനെ ചർച്ചയ്ക്കെടുക്കുക. അതിനർത്ഥം അംബേദ്കറെ നടത്തിയിട്ടുള്ള ഒരു വായനയും വായിക്കേണ്ട എന്നുള്ള. പക്ഷേ ഇന്ത്യയുടെ സവിശേഷ പശ്ചാത്തലത്തിൽ ഇന്ന് അംബേദ്കറെ നമ്മൾ വായിക്കേണ്ടത് ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആയിരിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അംബേദ്കർ എഴുതിയിട്ടുള്ളത് ഇന്ത്യയിലെ ഈ പറയുന്ന ബ്രാഹ്മണിക്കലായിട്ടുള്ള പ്രത്യയശാസ്ത്രത്തിനെതിരായിട്ടാണ്. എങ്ങനെയാണ് ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ രൂപപ്പെട്ടത്, എങ്ങനെയാണ് ആ ജാതി വ്യവസ്ഥയെ നമ്മൾ എതിർക്കപ്പെടേണ്ടത്, ഇതെല്ലാം കൃത്യമായി അദ്ദേഹം ഈ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അംബേദ്കറുടെ ആശയം രൂപപ്പെടുന്നത് കേവലമായ നമ്മൾ നേരത്തെ പറഞ്ഞ പാശ്ചാത്യ ചിന്തയുടെ ഭാഗമായി മാത്രമല്ല. അംബേദ്കറുടെ ആശയം രൂപപ്പെടുന്നത് അതിനൊക്കെ അപ്പുറത്ത് ഇന്ത്യയിൽ അതിൻ്റെ ഒരു ചരിത്രം, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, എങ്കിലും ഇന്ത്യൻ ദർശനങ്ങളെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തിയാൽ ഇന്ത്യൻ ദർശനങ്ങളിൽ 2 ധാരകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് ആത്മീയവാദത്തിൻ്റെ ഒരു ധാരയും മറ്റൊന്ന് ഭൗതികവാദത്തിൻ്റെ ഒരു ധാരയും. ആത്മീയവാദത്തിൻ്റെ ആ ധാരയിലൂടെ വരുന്നതാണ് നമ്മൾ പറയുന്ന വേദങ്ങൾ, ഇതിഹാസങ്ങൾ, മനുസ്മൃതി, അങ്ങനെ ഉള്ള ഗ്രന്ഥങ്ങളൊക്കെ തന്നെ അല്ലെ അതിൻ്റെ പ്രവക്താക്കളായിട്ടുള്ള. ഭൗതികവാദ ധാരയുടെ ഭാഗമായാണ് നമുക്കൊക്കെ അറിയാവുന്ന ചാർവാകനും കണാദനും ബൃഹസ്പതിയും പോലുള്ള നിരവധി ചിന്തകന്മാർ ഉണ്ടാകുന്നു. പക്ഷേ അവർക്ക് സംഭവിച്ചെന്താണ്? അവർ രൂപപ്പെടുത്തിയ ആശയങ്ങൾക്കും അവരുടെ യാതൊരു ടെക്സ്റ്റുകൾക്കും
വിലയില്ലാത്ത തരത്തിൽ അവർ ആക്രമിക്കപ്പെടുകയും ആശയങ്ങൾ തന്നെ ഇന്ത്യയിൽ ഇല്ലാതാകുകയും നേരത്തെ സൂചിപ്പിച്ച ഈ ആത്മീയവാദത്തിൻ്റെ അല്ലെങ്കിൽ ബ്രാഹ്മണിസത്തിൻ്റെ ഒരു ഐഡിയോളജിയുടെ തുടക്കം എന്ന അർത്ഥത്തിലുള്ള ഈ ആത്മീയവാദം അവിടെ ശക്തി പ്രാപിക്കുകയും ചെയ്യാണ്. പിന്നീട് ഈ ആശയത്തിന് കുറച്ചെങ്കിലും സാധുത വരുന്നത് ബുദ്ധാൻ്റെ കാലത്താണ്. ഈ പറയുന്ന ഭൗതികവാദധാരയ്ക്ക് കുറച്ചെങ്കിലും ഇന്ത്യയിൽ സാധുത നേടുന്നത് ബുദ്ധൻ്റെ കാലത്താണ്. അതുകൊണ്ടാണ് അംബേദ്കർ മറ്റെല്ലാ മതങ്ങളുണ്ടായിട്ടും ബുദ്ധമതത്തിനെ, അതായത് ഒരു മതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, അതായത് ഹിന്ദുവായി മരിക്കാതിരിക്കാൻ ഒരു മതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഞാൻ ബുദ്ധമതം അല്ലെങ്കിൽ ബുദ്ധൻ്റെ ആശയത്തെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയാൻ കാരണം ഈ പറയുന്ന ആത്മീയധാരയെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് ജാതി വിരുദ്ധമായ അല്ലെങ്കിൽ ഒരു സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു മൈത്രിയിൽ അധിഷ്ഠിതമായ ഒരു കരുണയിൽ അധിഷ്ഠിതമായ ബുദ്ധമതത്തിലേക്ക് പ്രവേശിക്കാൻ മാത്രമേ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരായി ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കൂ എന്ന് ഉള്ളൊരു ബോധ്യം അംബേദ്കർക്കുണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ബുദ്ധമതം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ ബുദ്ധമതത്തിലേക്ക് അദ്ദേഹം പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരിൽ ഒരാളായത് ഫൂലെയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ രാജാറാം മോഹൻ റോയിയെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കും. സത്യത്തിൽ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ ഒന്നിൽ അധികം പിതാക്കന്മാർ ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല. ഫൂലെയും ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ മറ്റൊരു പിതാവായി നമുക്ക് കാണാവുന്നതാണ്. ഇനി ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ മാതാവിനെയും കൂടെ നമുക്ക് വെൽക്കാൻ സാധിക്കും. അത് കൃത്യമായും സാവിത്രി ഫൂലെ തന്നെയാണ്. വേറെ ആരെയും ഇതുവരെ നമുക്ക് സരസ്വതി ദേവിയോ ആരുമല്ല. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ മാതാവെന്ന് പറയുന്നത് സാവിത്രി ഫൂലെയാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ആദ്യമായി ഇന്ത്യയിൽ സ്കൂൾ നടത്തിയ, ഫൂലെയോടൊപ്പം ചേർന്ന് സ്കൂൾ നടത്തിയ സാവിത്രി ഫൂലെയാണ്. അപ്പോൾ ആ ഫൂലെയാണ് അംബേദ്കർ ഒരു ഗുരുവായി സ്വീകരിച്ചത്. അവിടെ നിന്നാണ് അംബേദ്കർ ഇന്ത്യയിലെ ആധുനിക ഇന്ത്യയെ രൂപീകരിക്കുന്ന ഒരു ഭരണഘടന രൂപീകരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഈ പറയുന്ന ഇന്ത്യയിലെ സ്മൃതികളെയും വേദങ്ങളെയും എല്ലാം വായിച്ച് പഠിക്കുകയും ഇതിലെല്ലാം നിലനിൽക്കുന്നത് ജാതീയമായ അല്ലെങ്കിൽ വേർതിരിവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാശ്ചാത്യ ചിന്തയെക്കുറിച്ച് പഠിക്കുന്നു. ബെർട്രാൻഡ് റസ്സലിനെ കുറിച്ച് പഠിക്കുന്നു. അവിടെ നിന്നാണ് ഈ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്വാതന്ത്ര്യം എന്നുള്ള ആശയങ്ങൾ അംബേദ്കർ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. ഇവിടെ നമ്മൾ അംബേദ്കർ പലപ്പോഴും ഇവിടുത്തെ അംബേദ്കർ വായനയിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ദളിത് പക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അംബേദ്കറൈറ്റുകൾ എന്ന് പറയുന്ന വായന നടത്തുന്നവർ അംബേദ്കറെ മാത്രം നിലനിർത്തിക്കൊണ്ട് അംബേദ്കറിൻ്റെ വീക്ഷണങ്ങളെ അംബേദ്കറിൽ മാത്രം നിലനിർത്തിക്കൊണ്ടൊരു വായന നടത്തുമ്പോൾ നേരത്തെ ഇന്ത്യയിലെ ദേശീയ ചരിത്രകാരന്മാരും അല്ലെങ്കിൽ പലരും അംബേദ്കറെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ അംബേദ്കറുടെ ആദർശങ്ങൾ അല്ലെങ്കിൽ ദർശനങ്ങൾ മുന്നോട്ട് വച്ചിട്ട് പഠിച്ചിട്ടുള്ള ഇടതുപക്ഷ ധാരയിലുള്ള ചരിത്രകാരന്മാരും അംബേദ്കറെ കാര്യമായി വായിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ നടത്തുന്ന സംവാദങ്ങളിലെല്ലാം തന്നെ ഒന്നെങ്കിൽ അംബേദ്കറൈറ്റുകളുടെ ഭാഗത്തു നിന്ന് നടത്തുന്ന സംവാദം അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന മുഖ്യധാര ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്ന സംവാദം. ഇതിൽ മുഖ്യധാര ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് അംബേദ്കർ ഉണ്ടാകത്തില്ല, പിന്നെ മാർക്സ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. തിരിച്ചിപ്പുറത്ത് ഈ അംബേദ്കറൈറ്റുകൾക്കിടയിൽ അംബേദ്കർ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ല മാർക്സോ അല്ലെങ്കിൽ മറ്റുള്ള ചിന്തകരാരും ഉണ്ടാകുന്നില്ല എന്നതും ഒരു വസ്തുതയാണ്. സത്യത്തിൽ അംബേദ്കർ മാർക്സിനെയൊക്കെ നന്നായി പഠിച്ചിട്ടുള്ള ആളാണ്. ബുദ്ധനോ കാർൽ മാർക്സോ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഏത് കാര്യത്തിലാണ് ഞാൻ മാർക്സിനോട് വിയോജിക്കുന്നത്, ഏത് കാര്യത്തിലാണ് ഞാൻ മാർക്സുമായിട്ട് യോജിക്കുന്നത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇതിൽ അംബേദ്കർ എഴുതി വെച്ച കാര്യം, അത് ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ വേറെ ആൾ കള്ളത്തരം പറയുന്നതല്ല, അംബേദ്കറിൻ്റെ പുസ്തകത്തിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്ന ഒരു കാര്യം വിയോജിക്കുന്ന ഒരു കാര്യം മാത്രം സംസാരിക്കും. ഒരുപാടുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ഡിസ്കഷൻ അല്ലാത്തതുകൊണ്ടാണ്. സ്ഥിതി സമത്വവാദം അല്ലെങ്കിൽ സോഷ്യലിസം, എല്ലാവർക്കും തുല്യത എന്ന് പറയുന്ന സങ്കല്പം മാർക്സ് മുന്നോട്ട് വെച്ച ആ ആശയത്തോട് കൃത്യമായി അംബേദ്കർ യോജിക്കുകയാണ്. അതിന് കാരണം മാർക്സ് പറയുന്നതിന് മുമ്പ് ഈ പറയുന്ന സമത്വ സങ്കല്പം ലോകത്ത് മുന്നോട്ട് വെക്കുന്നത് ബുദ്ധനാണ്. അതുകൊണ്ടാണ് ബുദ്ധനോ കാർൽ മാർക്സോ എന്ന് പറയുന്നത് തൻ്റെ പ്രബന്ധത്തിൽ ഇവരെ താരതമ്യം ചെയ്തുകൊണ്ട് പറയുന്നത്. പക്ഷെ ഒരു കാര്യത്തിൽ മാർക്സിനോട് വിയോജിക്കുന്നു, അത് വിപ്ലവത്തിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ സാമൂഹിക മാറ്റത്തിന് സാധ്യമാകുന്ന സമര രീതിയെ സംബന്ധിച്ചുള്ള രക്തരൂഷിതമായ വിപ്ലവം എന്ന് പറയുന്ന സങ്കല്പത്തെ, അല്ലെങ്കിൽ തൊഴിലാളി വർഗ സർവാധിപത്യം വരാൻ വേണ്ടിയുള്ള ആ ഒരു പാതയെ, ഇതൊക്കെ വേറെ വിഷയമായിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ ചെയ്യാൻ പോകുന്നത് എനിക്ക് വിയോജിക്കുന്നു. എന്തുകൊണ്ടാൽ അംബേദ്കർ എപ്പോഴും ബുദ്ധൻ്റെ കരുണയുടെയും അഹിംസയുടെയും ആശയത്തിലൂടെയാണ് മുന്നോട്ട് പോകാൻ ഒരു ഇന്ത്യൻ ജനാധിപത്യത്തെ അങ്ങനെ രൂപപ്പെടുത്തണം എന്നാഗ്രഹിച്ചു. അതിനർത്ഥം അംബേദ്കറെ സമരം ചെയ്തിട്ടില്ലെന്നുള്ളതല്ല. അങ്ങനെയും ചില ആൾക്കാർ പറയും അംബേദ്കർ ഒരു ഫിലോസഫറാണ്, അംബേദ്കർ ഒരു കൃത്യമായ ഒരു
എന്താണ് ഒരു ആത്മീയതയെന്ന് ഞാൻ കൊട്ടേഷനില്ല, മതത്തിൻ്റെ ആത്മീയതയല്ല, അല്ലാതുള്ള ഒരു ആശയത്തിൻ്റെ വ്യക്തമാകുന്ന അല്ല, ഒരിക്കലുമല്ല. അംബേദ്കർ ഭീമാ കൊറേഗാവിൽ അതുപോലെ ചൗഹാർ കുളത്തിൽ നടന്ന സമരങ്ങളിലും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഭാഗമായിരുന്ന സമയത്തിൽ തൊഴിലാളി പണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് അംബേദ്കർ ഒരു ഫിലോസഫറായി ഏതെങ്കിലും ഒരു സ്വസ്ഥമായ സ്ഥലത്തിരുന്നു കൊണ്ട് തൻ്റെ ആശയങ്ങളെ അവതരിപ്പിച്ച ഒരാളല്ല. ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരാളാണ് എന്നുകൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. ഇനി മറ്റൊന്ന്, ഈ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിനെ സംബന്ധിച്ച് പറയും, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ ജാതി മേൽക്കോയ്മയെ അല്ലെങ്കിൽ അതൊരു പ്രത്യയശാസ്ത്രമായി ഒരു രാഷ്ട്രീയ അധികാര രൂപമായി നിന്നുകൊണ്ടാണ് നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ സമൂഹങ്ങളെയും അപരരായി കണ്ടുകൊണ്ട് നേരത്തെ ഭരണഘടനാ നൈതികതയെക്കുറിച്ച് ഇവിടെ സംസാരിക്കുകയുണ്ടായി. അംബേദ്കറെ നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ അംബേദ്കർ മുന്നോട്ട് വെച്ച ആധുനിക ഇന്ത്യയുടെ ഏറ്റവും മൂർത്തമായ രൂപമായ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയ്ക്ക് വലിയ തോതിലുള്ള വെല്ലുവിളികൾ നേരിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ചു. ഇവിടുത്തെ ജഡ്ജിമാരെ നിയമിക്കുന്ന കാര്യത്തിൽ പോലും റെപ്രസെൻറ്റേഷൻ എത്രമാത്രം, എങ്ങനെയാണ് അത് പരിഗണിക്കുന്നത്, കൊളീജിയത്തെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുകയുണ്ടായി. അതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തമാവും. ഈ കാര്യങ്ങൾ ഈ റെപ്രസെൻറ്റേഷൻ ഉണ്ടാകാതെ ഈ പറയുന്ന അധികാര കേന്ദ്രങ്ങളിൽ കൃത്യമായ പങ്കാളിത്തമില്ലാതെ എങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആധുനിക ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുക? ഇന്ത്യയിലൊരു ഭരണഘടനയുണ്ട് എന്നും ഇന്ത്യ ഒരു സിവിൽ സമൂഹമായി മാറിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിയാത്ത സമൂഹം ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. അതറിയാൻ കഴിയാത്ത സമൂഹം. അതുപോലെ ഇന്ത്യയിലെ ആദിവാസി അല്ലെങ്കിൽ ഇൻഡിജിനസ് ആയിട്ടുള്ള സമൂഹങ്ങൾ ഒരിക്കലും ഒരു മതത്തിൻ്റെ ഭാഗമല്ല. അവർ ഒരു ആദിമ മനുഷ്യർ എന്ന നിലയിൽ അവരുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയ കൾച്ചറിൽ ജീവിക്കുന്ന ഒരു മനുഷ്യരെ എങ്ങനെയാണ് ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വം ഹിന്ദുവാക്കി മാറ്റുന്നത്? അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഡിജിനസ് ആദിവാസി മനുഷ്യരെ അല്ലെങ്കിൽ ട്രൈബൽ സമൂഹത്തെ വനവാസികൾ എന്ന പേരിൽ ആക്കിക്കൊണ്ട് ഒരു ഹിന്ദുവാക്കി മാറ്റാനുള്ള ശ്രമം ഇവിടെ വളരെ ഇതായിട്ട് നടക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ അംബേദ്കറെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള സമരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ അംബേദ്കറെ വായിക്കുമ്പോൾ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അംബേദ്കർ എന്താണ് സംഭാവന ചെയ്യുന്നത് നമ്മൾ നിരന്തരം ആൾക്കാരോട് സംവദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ യൂത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു, യൂത്ത് ഇവിടെ പങ്കെടുക്കുന്നില്ല. പക്ഷേ ഞാനത് യൂത്തിനെ ഒന്നും കുറ്റം പറയുന്നില്ല. കാര്യം ഏറ്റവും നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമൂഹം അവർ. പക്ഷേ അതിൻ്റെ മെത്തഡോളജി വേറെ ആയിരിക്കും. നമ്മളെപ്പോലെ പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്നില്ലെന്ന് പറഞ്ഞ് അതുപോലെ വായിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ പ്രഭാഷണം കേൾക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ശൈലി അവർ മാറ്റിയിട്ടുണ്ട്. പക്ഷേ വളരെ കൃത്യമായി അംബേദ്കറെ യൂത്ത് മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. സൂരജ് യങ്ഡയുടെ ജാതി എന്ന് പറയുന്ന ടൈറ്റിൽ ഞാൻ മൊത്തം മറന്നുപോയി പുസ്തകം. അദ്ദേഹം അംബേദ്കർക്ക് ശേഷം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയിട്ട് ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. പഠിക്കുന്നുണ്ട്, യൂത്ത് നന്നായി പഠിക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പുസ്തകങ്ങൾ ഇറങ്ങിയത് അംബേദ്കറെ കുറിച്ചായിരുന്നു. ഗാന്ധിയേക്കാൾ കൂടുതൽ പുസ്തകങ്ങൾ ഇറങ്ങിയ അംബേദ്കറെ കുറിച്ചായിരുന്നു. അപ്പോൾ ഗാന്ധി അംബേദ്കർ തമ്മിലുള്ള സംവാദങ്ങൾ ഇതെല്ലാം നമ്മൾ വളരെ കൃത്യമായി ചർച്ച ചെയ്യണം. ഗാന്ധിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അംബേദ്കർ പറയുന്നൊരു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം അംബേദ്കറുടെ ജീവചരിത്രം നോക്കിയപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, ഗാന്ധി വെടിയേറ്റ് മരിച്ചു എന്ന് പറയുമ്പോൾ അംബേദ്കർ വളരെ ശബ്ദനായി നിന്നുപോയെന്ന് പറയും. അയ്യോ, അങ്ങനൊരു സംഭവം വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ സാധാരണ കാണുന്ന ഗാന്ധി അംബേദ്കർ പോരിനെ കുറിച്ച് നമ്മൾ പറയും. ഉണ്ട്, കൃത്യമായി ഐഡിയോളജിക്കലായി വളരെ വലിയ സംവാദങ്ങൾ ഗാന്ധി അംബേദ്കർ തമ്മിൽ നടന്നിട്ടുണ്ട്. പക്ഷേ വ്യക്തികളെന്ന നിലയിൽ വളരെ സൗഹൃദം പുലർത്തിയുന്ന ആൾക്കാരാണ്. ആ ഡിബേറ്റ് എന്ന് പറയുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഈ ഗാന്ധിയെക്കുറിച്ച് പറയാൻ കാരണം RSS 1925 രൂപപ്പെട്ടതിന് ശേഷം പിന്നീട് ഇങ്ങോട്ടുള്ള അവരുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ, ഹിന്ദുത്വം എങ്ങനെ രൂപപ്പെടുന്നതിൻ്റെ ഘട്ടങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഗാന്ധിവധത്തിനത് പ്രധാന ആ ഗാന്ധിവധം ചരിത്രത്തിൽ RSSന് നേടിക്കൊടുത്ത നേട്ടവും ഒരു ഭാഗത്തോടെ നമ്മൾ പറയുമ്പോൾ അവർ കുറേ ആൾക്കാർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ പോവുകയും ചെയ്തെങ്കിൽ പോലും ഗാന്ധിവധം എന്ന് പറയുന്നത് RSSൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറയെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കൃത്യമായി രൂപപ്പെടുത്തിയ ഒരു സംഗതിയായിരുന്നു. ഇപ്പോൾ RSSകാരാണോ കൊന്നത് എന്നൊക്കെ പറഞ്ഞുള്ള തർക്കങ്ങളൊക്കെ നടക്കും. പക്ഷേ RSS ആയിരിക്കുമല്ലേ കൊന്നത്, അതിൻ്റെ പ്രത്യയശാസ്ത്രം അതാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. പല ചർച്ചകളിലും ആൾക്കാർ RSSകാരനല്ല എന്ന് പറയും. പക്ഷേ അതിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന RSSൻ്റെ പ്രത്യയശാസ്ത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇനിയും ഈ പറയുന്ന സ്റ്റഡി അല്ലെങ്കിൽ അംബേദ്കറെ പഠിക്കുന്നതിനൊപ്പം നേരത്തെ അംബേദ്കർ മതരാഷ്ട്രവാദത്തിനെതിരായിരുന്നു. അതാണ് മറ്റേ
ഇന്ത്യ വിഭജനത്തിന് ശേഷമുള്ള പാകിസ്ഥാൻ രൂപീകരിക്കുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള ആലോചനകൾ വന്നപ്പോൾ അംബേദ്കർ ഒരിക്കലും മതരാഷ്ട്രവാദത്തെ അംഗീകരിച്ചില്ല. കാര്യം വെച്ചാൽ മതരാഷ്ട്രം അല്ലെങ്കിൽ മതം എന്ന് പറയുന്നതിലൂടെ രൂപപ്പെടുന്ന രാഷ്ട്രങ്ങൾ പിന്നീട് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. അത് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ് അംബേദ്കർ. അതുകൊണ്ട് അംബേദ്കർ ഒരിക്കലും മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കാത്ത ഒരാളായിരുന്നു, സംശയമൊന്നുമില്ല കാര്യത്തിൽ. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുമ്പോൾ പോലും ആ ഒരു വളരെ കൃത്യമായ ഇന്ത്യയിലെ ബഹുസ്വരമായ ഒരു സമൂഹം നമുക്ക് ലോകത്തൊരിടത്തും കാണാം. നമ്മൾ യൂറോപ്പിനെ കുറിച്ചൊക്കെ നവോത്ഥാനത്തെക്കുറിച്ചൊക്കെ നിരന്തരമായി നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ കൺസെപ്റ്റിലൊന്നും ഇന്ത്യൻ നവോത്ഥാനത്തെയോ കേരളത്തിൻ്റെ നവോത്ഥാനത്തെയോ നോക്കിക്കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യൂറോപ്യൻ നവോത്ഥാനം കൃത്യമായി മതവും അതിൻ്റെ പൗരോഹിത്യത്തിനെതിരായി നടന്നിട്ടുള്ള വലിയ കലാപവും വലിയ സമരമാണ്. ഇന്ത്യ അതല്ല യാഥാർത്ഥ്യം. ഇന്ത്യയിൽ ജാതി നിലനിൽക്കുന്ന ആഭ്യന്തര കൊളോണിയലിസത്തിനെതിരായി നടക്കേണ്ടതായ ഒരു സമരമാണ്. അത് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കേരളത്തിലേക്ക് വന്നാലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ജാതി വിരുദ്ധമായി കേരളത്തിൽ നവോത്ഥാനത്തിന് വേണ്ടി ജാതി വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത് അയ്യങ്കാളിയും നാരായണഗുരുവും പൊയ്കയിലപ്പച്ചനും സഹോദരൻ അയ്യപ്പനും അങ്ങനെ ഒരു നിരയാണ്. ഒരുപാട് പേരുകളുണ്ട്, ഞാൻ അത് പറയുന്നില്ല. അല്ലാതെ മന്നത്ത് പത്മനാഭനോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള സാമുദായിക പരിഷ്കർത്താക്കളെ മുഴുവൻ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കുന്ന ഒരു വായനയല്ല നടക്കേണ്ടത്. അങ്ങനെ ഒരു വായന ഇപ്പം നടക്കുന്നുണ്ട്. അത് ചില രാഷ്ട്രീയമായ താല്പര്യങ്ങളുടെ ഭാഗമായുള്ള വായനയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അംബേദ്കർ നമ്മൾ വായിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള സമരങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഒന്ന്, അംബേദ്കർ മുന്നോട്ട് വെച്ച അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൻ്റെ വായനയും മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തെ നേരത്തെ പറഞ്ഞ ഭരണഘടനാ നൈതികൾക്ക് ഏറ്റുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള അപകടങ്ങൾ, പലതരം വിധികൾ, ഇതൊക്കെ ഒരുപാട് വിധി നമുക്കെല്ലാം അറിയാം. ബാബറി മസ്ജിദ് വിധി തൊട്ട് ഒരുപാട് വിധികളെ നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. ഈ വിധികളെല്ലാം തന്നെ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കൃത്യമായി അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം വളരെ കൃത്യമായി പ്ലാൻ ചെയ്താണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അട്ടിമറിച്ചിട്ട് മനുസ്മൃതിയോ അല്ല അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾക്കനുസൃതമായി മാറ്റുന്ന തരത്തിലുള്ള ജഡ്ജിമാരുടെ നിയമനം നടത്തുന്നു. ജഡ്ജിമാരെ അതിനനുസരിച്ച് ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നു. പിന്നെ മറ്റൊരു അപകടം ഏറ്റവും കൂടുതൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വഴി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സംസ്കൃതവൽക്കരണം. ഇത് നമ്മൾ കാണാൻ പോകുന്നില്ല. യൂത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന സംഗതിയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വഴി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സംസ്കൃതവൽക്കരണം, അതാണ് ഭാഷയെ സംബന്ധിച്ചുള്ള വിഷയം കൂടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു മനുഷ്യൻ പോലും സംസാരിക്കാത്തൊരു ഭാഷയെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാനക ഭാഷയല്ല സംസ്കൃതം. എവിടെയെങ്കിലും സംസാരിക്കുന്നതായിട്ട് നമുക്കറിയില്ല. ഇതുവരെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പിൻവലിക്കാം. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. സംസ്കൃതം എന്ന് പറയുന്നത് സംസാരിക്കുന്നൊരു ഭാഷയാണ്, അല്ലെങ്കിൽ മനുഷ്യനുമായി നിരന്തരം വിനിമയം ചെയ്യുന്നൊരു ഭാഷയായിട്ട്. അപ്പോൾ ആ ഭാഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് പൈസ മുടക്കിക്കൊണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഭാഷാപരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ രണ്ട് കാര്യങ്ങളാണുള്ളൂ. ഒന്ന്, നമ്മൾ പ്രസംഗം മാത്രമല്ല പ്രയോഗത്തിനും പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ട് തന്നെ നേരത്തെ മിശ്ര വിഭാഗത്തെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതെല്ലാം നടക്കുമ്പോൾ നമുക്കറിയാം, അംബേദ്കറുടെ ആശയം മുന്നോട്ട് വെക്കുന്നത് തന്നെ പ്രയോഗത്തിൻ്റെ സാധ്യതകൾ എന്താണ് കൂടി ആരായേണ്ടതുണ്ട്. ആ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയോഗത്തിൽ ജാതിവിരുദ്ധമായ അല്ലെങ്കിൽ ജാതിരഹിതമായ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ഇന്ത്യയെ രൂപപ്പെടുത്തി എടുക്കണമെങ്കിൽ അതിൻ്റെ പ്രയോഗം കൂടി വളരെ പ്രധാനമാണ്. അതിൽ അംബേദ്കർ നേരത്തെ മുന്നോട്ട് വെച്ച മിശ്രവിവാഹം എന്ന് പറയുന്നൊരു ആശയം വളരെ പ്രധാനം തന്നെയാണ്. ആ ആശയം നിൽക്കുമ്പോഴും ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതീയമായ അടിച്ചമർത്തലും ജാതീയമായ വേർതിരിവും അതിലൂടെ മാറുന്നില്ല എങ്കിൽ ആ ഒരു പ്രക്രിയയ്ക്കും പൂർണ്ണമായും ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിനർത്ഥം ഒരേ സമയം നേരത്തെ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുള്ള പോലെ ജാതിയിൽ പൊതിഞ്ഞ് അല്ലെ വർഗത്തിൽ പൊതിഞ്ഞ് നിൽക്കുന്ന ജാതിയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. കാരണം എന്താണ്? അധികാരവും ഈ പറയുന്ന സമ്പത്തിൻ്റെ എല്ലാം അധികാരവും അതിൻ്റെ കേന്ദ്രവും ഇവിടുത്തെ ബ്രാഹ്മണിക്കലായിട്ടുള്ള ഐഡിയോളജിക്ക് ഭാഗമായിട്ട് നിൽക്കുന്നത്. അതാണ് വർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ വർഗം എന്താണ്? ഇന്ത്യയുടെ വർഗം ബ്രാഹ്മണിക്കലായിട്ടുള്ള അധികാരത്തിൽ നിലനിർത്തിയിരിക്കുന്ന ഒരു സമ്പന്ന വർഗം, അതാണ് വർഗം. ജാതി ആരാണ് നിർമ്മിച്ചിരിക്കുന്നത്? അതും ഈ പറയുന്ന വർഗം നിർമ്മിച്ച ജാതിയെ അതിൻ്റെ ജാതിയുടെ തീഷ്ണതകൾ അല്ലെങ്കിൽ ജാതിയുടെ തീഷ്ണമായ ഇതിനെ അനുഭവിക്കുന്ന ഇവിടുത്തെ അടിസ്ഥാന സമൂഹങ്ങളാണ്. അത് ഇന്ത്യയിലെ ദലിതരുണ്ട്, ആദിവാസികളുണ്ട്, മറ്റെല്ലാ സമൂഹങ്ങളുമുണ്ട്. അപ്പം രണ്ടും വർഗവും ജാതിയും നിർമ്മിച്ചൊരു സമൂഹമാണ് ഇന്ത്യയിൽ ആധിപത്യം പുലർത്തിയിരിക്കുന്ന രാഷ്ട്രീയ അധികാര ഘടനയായും
രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായും നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള പ്രായോഗികവും ഒപ്പം അറിവിനെ ജ്ഞാനത്തെ ഉൽപ്പാദിപ്പിക്കുന്നതിനായി നിരന്തരമായ സംവാദങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഈ സംവാദങ്ങളില്ലാതെ വന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, പണ്ട് മാർസിൻ്റെയൊക്കെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മാർസൊക്കെ ഒരു പുസ്തകം വന്നാൽ ആ പുസ്തകത്തിന് ബദലായുള്ള പുസ്തകങ്ങളാണ് വരുന്നത്. ബ്രൂതോണിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ തത്വശാസ്ത്രം എന്ന് പറയുന്നൊരു പുസ്തകം ലോകത്തുണ്ടാകുമ്പോൾ തത്വശാസ്ത്രത്തിൻ്റെ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു ബദൽ പുസ്തകം എഴുതിക്കൊണ്ടാണ് മാർസൊക്കെ അതിനോട് ഏറ്റുമുട്ടിയത്. എന്ന് പറയുന്ന പോലെ ഹിന്ദുത്വത്തിൻ്റെ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വരുമ്പോൾ അംബേദ്കറെ മുൻനിർത്തിക്കൊണ്ട് അതിന് ബദലായുള്ള അറിവുകളെ അത് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം, സമരം ചെയ്യുന്നവർ സമരം ചെയ്യണം, അതിനോട് ഐക്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. പലതരത്തിലുള്ള അപ്പം പ്രയോഗത്തിൻ്റെയും ആ ജ്ഞാനത്തിൻ്റെയുമായ ഒരു 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 അവസ്ഥയെ സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ നമുക്കിതിനെ മറികടക്കാനും കൂടെ സാധിക്കുകയുള്ളൂ. അതൊരു പ്രധാനമാണ്. അല്ലാതെ നമ്മൾ വലിയ ചർച്ച അക്കാഡമിക്കായിട്ട് വേണമെങ്കിൽ വളരെ വിപുലമായ ചർച്ച നടത്താൻ പറ്റും. അംബേദ്കറെ കുറിച്ച് 2-3 മണിക്കൂറൊക്കെ പ്രഭാഷണം നടത്താം, അംബേദ്കർ എഴുതിയതിനെക്കുറിച്ച് പറയാം. പക്ഷേ പ്രയോഗവും കൂടി വളരെ പ്രധാനമാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനം. അതിനുള്ള ആർജവം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഞാൻ ഉൾപ്പെടെയുള്ളവർ അത് സ്വയം വിമർശനപരമായും കൂടെ പരിശോധിച്ചുകൊണ്ട് അതിലേക്ക് ചേരുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ് ആവശ്യമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ കേൾക്കാൻ വേണ്ടി വന്നതാണ്. എങ്കിലും കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാനും ഒരു സൗഹൃദം രൂപപ്പെടാനും സാധിക്കുകയും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു. എനിക്ക് രാജേഷിൻ്റെ ചോദിക്കാനുള്ളത്, അതായത് നേരത്തെ കണ്ണമാഷ് ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് അനേകം ആൾക്കാർ മറ്റ് രാജ്യങ്ങളിലുണ്ട്. എനിക്കും അറിയാം, നമ്മുടെ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യചിന്താ രംഗത്തുള്ള സുഹൃത്തുക്കൾ ഈ ഓസ്ട്രേലിയ, ചില UK, ചില രാഷ്ട്രങ്ങളിലുണ്ട്. രാഷ്ട്രങ്ങൾ അവരുണ്ട്. അവർ നമ്മളെ സോഷ്യൽ മീഡിയ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ കണ്ണമാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇവിടുന്ന് പോയത് കൂടുതൽ ഹിന്ദുക്കളായിരിക്കണമല്ലോ. അവിടെയൊക്കെ ഈ ജാതി സംഘടനകൾ ശക്തമാണെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ശബരിമല സ്ത്രീ പ്രവേശന വിഷയം വന്നപ്പോൾ ഓസ്ട്രേലിയയിൽ അവർ ഈ ലഹള ഒരു പരിപാടി ഉണ്ടല്ലോ, അത് അവിടെ സംഘടിപ്പിച്ചു എന്ന്. ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ അവിടെ ഒരു പൊങ്കാല ഇടുന്നതാണ്. അതായത് NSS SNDP എന്ന സംഘടന പോലെ തന്നെയാണ് അവിടെ KPMSഉം ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ജാതിപരമായി സംഘടനകൾ ഉണ്ടാക്കുന്നത് സമൂഹത്തിൽ മുന്നോക്കമാണോ? അതിപ്പോൾ NSS പോലെയാണോ നമ്മൾ KPMSനെ കാണേണ്ടത്? എങ്ങനെയാണോ അതിനെക്കുറിച്ച് വ്യക്തതയില്ല, അറിയാൻ വേണ്ടിയാണ്. അതുപോലെ വിദേശത്ത് ഈ ചേക്കേറിയവർ ഇങ്ങനെയുണ്ടാകുന്നത്, അതായത് വിദേശത്ത് ഈ പള്ളികൾ വാങ്ങുന്നവർ ഇന്ത്യക്കാരാണ്. അവിടെ പള്ളികൾക്ക് ആരും അവിടെ ഉള്ള ആൾക്കാർ പോകാറില്ല. പക്ഷെ ഇന്ത്യക്കാർ പള്ളി വില കുറച്ച് വാങ്ങാൻ പറ്റും. ആ പള്ളികൾ നടത്തുന്നത് ഇന്ത്യക്കാരാണെന്നാണ് അവിടെ നിന്നുള്ള സുഹൃത്തുക്കൾ വഴി അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇന്ത്യക്കാരാണ് എല്ലായിടത്തും കുഴപ്പക്കാരുണ്ടാക്കുന്നത് തോന്നൽ ഉണ്ട്. വേറൊന്നുണ്ട്, ഞങ്ങൾ കഴിഞ്ഞ 2020 മുതൽ നമ്മുടെ അംബേദ്കർ സ്മാരക ചർച്ചകളും പ്രഭാഷണങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് യുക്തിവാദി ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഞങ്ങളെ ഈ അംബേദ്കറിൻ്റെ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സോഷ്യൽ മീഡിയ വിമർശനം വന്നത് ജാതിവാദി യുക്തിവാദികൾ എന്നാണ്. അപ്പം അംബേദ്കറിനൊക്കെ നമ്മൾ വായിക്കുകയും എഴുതുകയും ചെയ്ത വ്യക്തിയാണ് രാജേഷ്. ഞങ്ങൾക്കതിൽ പറയുമ്പോൾ കൃത്യമായി മറുപടി പറയാൻ പറ്റുന്നില്ല. അംബേദ്കറെ ഒരു ജാതിയിൽ ചുരുക്കിയിരിക്കുന്നു എന്നൊരു വിമർശനം ഞങ്ങൾക്കൊക്കെ ഉണ്ട്, ഒരു ജാതിയിൽ ചുരുക്കിയിരിക്കുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങളും രാജേഷ് ശ്രദ്ധപ്പെടുത്തുന്നുണ്ട്. പറ്റുമെങ്കിൽ അതിൽ അഭിപ്രായങ്ങൾ പറയാം. അതൊരു മറുപടിയായിട്ടൊന്നും കണക്കാക്കണ്ട, അത് നമ്മൾ സ്വയം പരിശോധിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒന്നാമത്തെ പ്രശ്നം പറഞ്ഞത്, ഈ വിദേശത്ത് പോകുന്ന ആൾക്കാർ അവരുടെ മത ആചാരാനുഷ്ഠാനങ്ങളിൽ നിൽക്കുന്നതിനെ സംബന്ധിച്ച് ഞാനും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. തമാശയായിട്ടാണെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെയും ഗണപതിയുടെയൊക്കെ വിഗ്രഹങ്ങളൊക്കെ വെച്ച് റൂമിൽ UK താമസിക്കുന്ന എൻ്റെ സുഹൃത്ത് പറഞ്ഞാൽ അവിടെയും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സത്യത്തിൽ അവിടുത്തെ കൾച്ചർ അനുസരിച്ചാണെന്നുള്ളതല്ല. പക്ഷേ നമ്മൾ ഇവിടുന്ന് പോകുന്നവർ കടലിൽ കിടന്നാലും ഈ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളെയൊന്നും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞാൽ ഈ മത എന്ന് പറയുന്നൊരു സംഗതിയെ എങ്ങനെയാണ് എത്രമാത്രം നമ്മുടെ ഈ അബോധത്തിലേക്ക് കടത്തി വിട്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. വിദേശത്തല്ല, ഇനിയിപ്പോൾ എവിടെ പോയെന്ന് പറഞ്ഞാലും അത് മാറുന്നില്ലെന്നുള്ളതാണ്. അത് പ്രാക്ടീസാണ്. പ്രാക്ടീസിനെ എങ്ങനെ നമ്മൾ പതുക്കെ മാറ്റിയെടുക്കാൻ സാധിച്ചാൽ മാത്രമേ അതിൽ നിന്ന് പുറത്തു ചാടാൻ സാധിക്കത്തുള്ളൂ. അതേ പ്രയോഗത്തിൻ്റെ കാര്യം മുമ്പേ പറഞ്ഞത്, നമ്മളെ പ്രയോഗം എന്ന് പറയുന്നത് ഇല്ലാതുള്ള പ്രഭാഷണങ്ങൾ ആണ് സമൂഹത്തിൽ നടക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ പ്രയോഗിക്കുമ്പോൾ അത് പ്രശ്നമായി മാറും. കാര്യം പ്രസംഗിക്കാൻ നമുക്ക് ഒരുപാട് കാര്യം, അപ്പോൾ പ്രയോഗിക്കുന്നവരുടെ എണ്ണം കുറയുന്നു.
പ്രസംഗിക്കുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്യുന്നതാണ്. പ്രയോഗിക്കുമ്പോൾ ചിലപ്പോൾ കുടുംബത്തിൽ കലഹങ്ങളുണ്ടാകും, പ്രശ്നമുണ്ടാകും. നിലവിലൊളിക്കുന്ന കുടുംബ സംവിധാനത്തെ തന്നെ നമ്മൾ ജനാധിപത്യം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. ഇതെല്ലാം പരിശോധിക്കേണ്ട വിഷയമാണ്. ചിലപ്പോൾ കുടുംബം നഷ്ടപ്പെട്ടെന്നിരിക്കും. ഈ പ്രയോഗത്തിൻ്റെ വിഷയത്തിൽ വരുന്നൊരു ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും. ഇപ്പം 100 സിംഹാസനങ്ങളിൽ നോവലിൽ, ജയമോഹൻ്റെ നോവലിൽ അത് അവസാനിക്കുമ്പോൾ അപ്പം പറയുന്നൊരു കാര്യം, ഇപ്പോൾ IAS ഇൻ്റർവ്യൂവിന് വരുന്ന പയ്യനോട്, അത് നായാടി സമൂഹത്തിൽപ്പെട്ടൊരു പയ്യൻ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാൾ ചോദിക്കുന്നു, ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് നായാടി സമൂഹത്തിലുള്ള ഒരാൾ നിൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ നീ എന്താണ് തീരുമാനിക്കുക എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ ഒരു ചോദ്യം തന്നെ വരുന്നതിന് ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു ഈ പറയുന്ന അതീശബോധത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഇവർ ക്യാൻറ്റീനിൽ ചായ കുടിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇയാൾ തന്നെ പറയുന്നു, നിൻ്റെ പുരോഗമനം. അപ്പോൾ ഇവൻ പറഞ്ഞ്, ആര് കുറ്റം ചെയ്താൽ, ക്രൈം ആണെങ്കിൽ അതിന് ശിക്ഷ കൊടുക്കണമല്ലോ, അതിന് ജാതിയോ മതമോ അല്ലല്ലോ പ്രശ്നം എന്ന് പറഞ്ഞാണ് അവന് മറുപടി പറയുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നൊരു സംഗതി, നിൻ്റെ പുരോഗമന വാദം കൊള്ളാമായിരുന്നു, പക്ഷേ എൻ്റെ വീടിൻ്റെ ആ മുറ്റമുണ്ടല്ലോ, ഗേറ്റ് വരെ അതാകാവൂ, എൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കരുത് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ പുരോഗമനവാദം. അപ്പോൾ ആരാണ് ഈ പുരോഗമനത്തെ മുന്നോട്ട് വയ്ക്കുന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ഈ സംഘടനയെ സംബന്ധിച്ച് നമുക്കറിയാം, NSS രൂപീകരിക്കപ്പെട്ട കാലഘട്ടത്തെ സംബന്ധിച്ചറിയാം. അത് സത്യത്തിൽ NSS പോലുള്ള സംഘടന രൂപീകരിക്കുന്നത് ആ സമുദായത്തിനുള്ളിലെ തന്നെ ഈ പലതരത്തിലുള്ള സാംസ്കാരികമായ സംസ്കാരം എന്താണെന്നൊക്കെ ചർച്ച ചെയ്ത് വേറെ വിഷയമാണ്. അപ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന നമ്മുടെ നിലവിലിരിക്കുന്ന സദാചാര സങ്കല്പം, സദാചാരമൊന്നും ഒരേ കാലത്ത് ഒരേ രീതിയിൽ നിൽക്കുന്നതായിട്ടൊന്നും ഞാൻ കരുതുന്നൊന്നുമില്ല. കാര്യം മനുഷ്യൻ്റെ പരിണാമ ചരിത്രഘട്ടങ്ങളെല്ലാം സദാചാര സങ്കല്പങ്ങളിലൊക്കെ മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് അന്ന് നിലനിന്നിരുന്ന ആ ഒരു സമുദായത്തിലെ ചില സദാചാര സങ്കല്പങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ആ സമുദായത്തെ പരിഷ്കരിക്കാൻ വേണ്ടി വന്നൊരു പ്രസ്ഥാനമാണ്. തുടക്കത്തിൽ അത് ഈ പറയുന്ന കേരളത്തിലെ മറ്റ് സംഘടനകൾ, മറ്റ് വിഭാഗങ്ങളുമായിട്ടൊക്കെ ചേരുന്നുണ്ട്. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെയൊക്കെ കാലത്ത്. അതിന് ശേഷമാണ് ഇതൊരു കൃത്യമായൊരു സാമുദായിക സംഘടന എന്ന രീതിയിലേക്ക് അത് മാറുന്നത്. KPMSൻ്റെ കാര്യവും അത് തന്നെയാണ്. ഇപ്പം സത്യത്തിൽ KPMS എന്ന് പറയുന്ന ഒരു കൃത്യമായൊരു ജാതിയെ മുൻനിർത്തിക്കൊണ്ടൊരു സംഘടനയാണ്. അയ്യങ്കാളി ഒരിക്കലും KPMS ഒന്നും സ്ഥാപിച്ചിട്ടില്ല. സാധിജന പരിപാലന സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അദ്ദേഹം രൂപീകരിച്ചത്. അതിനകത്ത് ഒരു തരത്തിലും ഒരു ജാതിയില്ല. സാധുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന, അല്ലെങ്കിൽ പലതരത്തിലുള്ള അടിച്ചമർത്തൽ നേരിടുന്ന സമുദായത്തിൻ്റെ അല്ലെങ്കിൽ സാധുജനങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതിവിരുദ്ധമായ അല്ലെങ്കിൽ മാനവികമായ കാഴ്ചപ്പാടിനെ മുന്നോട്ട് വെക്കുന്നൊരു സംഘടനയായിരുന്നു അത്. ഇന്നതല്ലെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ അർത്ഥത്തിലാണ്. അപ്പോൾ അയ്യങ്കാളിയെ ആണ് രൂപീകരിച്ചത് എന്ന തരത്തിലേക്കൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സംഘടനകൾ മുന്നോട്ട് വരുന്നത്. അതിന് പ്രധാന കാരണം ഈ സംഘടനകളെ നിലനിർത്തുന്നതിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കും പങ്കുണ്ട്. അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അത് വേറെ രാഷ്ട്രീയ വിഷയമായിട്ട് ഞാൻ പറയരുത്. തെരഞ്ഞെടുപ്പിൻ്റെ കാലം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ജനാധിപത്യ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ജനാധിപത്യ പ്രക്രിയയാണ് നടക്കുന്നതെങ്കിൽ ഈ ജാതിയും മതവും ആണോ ചർച്ച ചെയ്യപ്പെടേണ്ടത്? ആ സ്ഥാനാർത്ഥിയുടെ മൂല്യം, ആ പാർട്ടിയുടെ മൂല്യം, ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിനപ്പുറത്ത് ജാതിയും മതത്തിൻ്റെ ആ സമുദായത്തിന് അത്ര വോട്ടുണ്ട്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം വരുന്നു. ഇത് ഭൂരിപക്ഷ സമുദായത്തിന് അനുകൂലമായുമ്പോൾ ഈ പറയുന്ന ന്യൂനപക്ഷ സമൂഹങ്ങളും അതിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ജാതി എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ, ജാതി സൃഷ്ടിച്ചൊരു സമൂഹം ജാതിയെ അടിച്ചമർത്തലായിട്ട് വെക്കുന്ന ഘട്ടത്തിൽ ഇത് ഏൽക്കുന്ന സമൂഹവും അതിലേക്ക് വരികയാണ്. അതിനർത്ഥം ജാതിയെ നിലനിർത്തുന്നതിൽ രണ്ട് കൂട്ടർക്കും പങ്കുണ്ട്, സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ ജാതി ഇല്ലാതാകുക എന്നുള്ളത് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ആവശ്യമായിരിക്കെ തന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ അടിസ്ഥാന സമൂഹങ്ങൾ അവർക്കൊരു ജാതി വെക്കേണ്ടി വരുന്ന സന്ദർഭം നമുക്കറിയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ജാതി അവർ ഉപയോഗിക്കുന്നത്? സംവരണത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അതിലുള്ള സാമൂഹ്യപരമായ പിന്നാക്കാവസ്ഥയിൽ നിന്ന് കരകയറി വരാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ടൂളായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അത് എഴുത്ത് മാത്രമാണ് ആവശ്യത്തിന്. അതേസമയം ഈ ജാതിമാലും അതിൻ്റെ മേൽക്കോയ്മയും അതിൻ്റെ സാംസ്കാരിക മേൽക്കോയ്മയും എല്ലാം പ്രിവിലേജ് എല്ലാം അനുഭവിക്കുകയും നിരന്തരം മതേതരത്തെക്കുറിച്ച് പറയുകയും ജീവിതത്തിലും ആ സമൂഹത്തിലെല്ലാം ജാതി അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെല്ലാം തന്നെ മതേതരവാദികളും ഏതെങ്കിലും അർത്ഥത്തിൽ സമൂഹത്തിൽ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി തങ്ങളുടെ ജാതിയെ അബദ്ധവശാൽ പറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും രേഖപ്പെടുത്തുകയോ ചെയ്താൽ അവർ ജാതിവാദിയാകുകയും ചെയ്യുന്നൊരു സാമൂഹിക അന്തരീക്ഷങ്ങളുള്ള നിലനിൽക്കുന്നുണ്ട്. അതും വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതെല്ലാം കൂടി ചേരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ
അല്ലെങ്കിൽ ജാതി സംഘടനകൾ ഉയർന്നു വരുന്നത് അവർക്ക് കിട്ടാനുള്ള ഇപ്പം NSSന് കൂടുതൽ കൊടുക്കുമ്പോൾ മറ്റൊരു ഞങ്ങൾക്ക് തരണമെന്ന് പറയും. ഇത് രാഷ്ട്രീയ പ്രശ്നം എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയാം. അപ്പോൾ ഈക്വലായ ഒരു സമൂഹമായി മാറാൻ ഇവിടുത്തെ മുഖ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിന് തയ്യാറാകുന്നില്ലെന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ അതിൻ്റെ ഭാഗമായിരിക്കും. ഒരു അധികാര പാർട്ടി എന്നതിൽ നമ്മളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അതും ഈ പറയുന്ന വിമർശനങ്ങളും സ്വയംഭൂ വിമർശനങ്ങളും ഉണ്ടാകേണ്ടതാണെന്നുള്ളതാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. മറുപടി ഇതൊന്നുമല്ല, നമ്മൾ തന്നെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം എന്ന അർത്ഥത്തിൽ.